ഇങ്ങനെ പിടിക്കുക. പുളിയാ ഞണ്ട് ചോറായിരുന്നു. കൂന്തൽ 100. ഇന്ന് കുറച്ചധികം മീൻ കഴിക്കാൻ വേണ്ടി കുറച്ച് യാത്ര ചെയ്ത് വന്ന വീഡിയോ ആണ്. മീൻ എന്നൊക്കെ പറഞ്ഞ ഒരു 1-1.5 കിർമാണി ഐറ്റംസ് മീനുകൾ, അതും തുച്ഛമായ വിലയിൽ. ഈ മീനും കൊണ്ട് ഓടി നടക്കുന്ന നിഷ്കുവായ മനുഷ്യനാണ് സുബീഷ് ഏട്ടൻ. ഇത് ഇദ്ദേഹത്തിന്റെ അമ്മ. ഇവർ രണ്ടും കൂടിയാണ് ഈ കട നടത്തുന്നത്. ഞാൻ ഉണ്ടാക്കി തന്ന ഈ മീൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ചോറ് വെച്ച് കൈകൊണ്ടിനെ തല്ലിക്കോളി എന്നൊരു ഹോട്ടലോട് പറയണം. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേൾക്കുന്നത് തന്നെ. 3-4 ഐറ്റംസോട് കൂടിയ ഊണിന് പുറമെ ഒരു വായില വെച്ച് അധികം മീൻ അങ്ങനെ കൊണ്ടുവന്ന് കൊട്ടാണ്. സത്യം പറഞ്ഞ നെഞ്ചിങ്ങനെ പെടക്കും ഇത് കാണുമ്പോൾ. ഈ ഇട്ടുകൊണ്ടിരിക്കണ അയക്കുറക്ക് 130, വെള്ള ആകോലിക്ക് 130, ചെമ്മീൻ ഒരു പറകന പ്ലേറ്റിൽ കൊണ്ടുവന്ന് തട്ടുന്നത് വെറും 100 രൂപയ്ക്ക്, കൂന്തൽ 100, ഞണ്ട് 100. എങ്ങനെയാണ് ഈ ചങ്ങായിക്ക് ഇത് മുതലാവണം? എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. ഇവിടെ 1 വർഷമായിരുന്നു. 10-25 വർഷം വന്നിട്ടുണ്ടാവും. ചെമ്മീൻ പോലീസാണ്. രക്ഷയില്ലാത്ത സ്പോട്ട് ഉണ്ട്. പറഞ്ഞ ഇതാണ് ചെമ്മീൻ മാരം വേറെ റേഞ്ചസ് ആണ്. ഫ്രഷായി പോരാ. രണ്ട് കല്ലുമന്ന് എടുത്തോണ്ട് മൊരിമൊരിപ്പ് പൊടി നമ്മൾ പൊടി ഇങ്ങനെ പിടിക്കുക. ഈ ആരിസ് തെയ്യമ്പാട്ടിലും റാപ്പിക്കൊണ്ട് ഇടക്കിടക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എത്ര തവണയാണ് ചെമ്മീനെ കൊണ്ടുവന്ന് കൊട്ടിയത് ഒരു ഐഡിയ പോലില്ല. അവസാനം ഒരു കലാശക്കൊട്ട എന്നോണം ഞണ്ടും കൂടി ഓർഡറാക്കി. ഒരു രക്ഷയില്ല മോനെ. വൈറ്റ് കളറുണ്ടില്ലേ? വേറെ നോക്കിക്കല്ല കഴിക്കാൻ മതി. ഞണ്ട് ഫ്രഷ് സാധനം. മിച്ചർ നിന്ന മാതിരിയൊക്കെയാണ് പോയാമോ ഞണ്ട് നിന്നത്. കറുമുറും മിച്ചറൊക്കെ നിന്ന മാതിരി ഞണ്ട്. ഒരു കുപ്പി വെള്ളം എടുക്കാൻ പറ്റും. ഇതാണ് പിന്നെ ഫൗണ്ടർ. എത്ര വർഷമായി ഏകദേശം? സുബീഷും അമ്മയും തമ്മിലൊരു ബോണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്തൊരു ചൊറുക്കാണെന്ന്. ഒരു അമ്മ ക്യാഷ് കൗണ്ടർ ഇരിക്കാൻ അമ്മയെ പറ്റിച്ച് പോകരുത് കേട്ടോ എന്ന് ഉറക്കനെ വിളിച്ച് പറഞ്ഞ സുബീഷിന്റെ ഹാസ്യം വേറെ ലെവലാണ്. പോരാതിന് അവസാനമായിട്ട് ഇനി എന്താ കഴിക്കാൻ ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ കരളും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അത് എടുക്കാൻ പറയുമ്പോഴാണ് ആശാൻ പറഞ്ഞത് അത് എന്റെ കരണ്, അത് ആൾറെഡി നിങ്ങൾ കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞ്. പിന്നെ ഡോക്ടർമാര് പോലും ഇങ്ങനെ ഇതില്ലല്ലോ. 3 ആഗോലി, പിന്നെ 3 ചെമ്മീന് മടിച്ചിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളം, പിന്നെ 2 കൂന്തലുണ്ട്. ഗവൺമെന്റ് ഡോക്ടറും നമ്മുടെ കുമാർ ഡോക്ടർ, പഴയ കുമാർ ഡോക്ടർ അയാളും ഇതിന് മാത്രം ഇങ്ങനത്തെ 1340 നമുക്കും അറിയാം. ചെമ്മീൻ ശരിക്ക് 100, മറ്റേ അയക്കോറ 130, ആഗോലി 130. ചോറിനോ? ചോറും കൂട്ടാനോളും ചോറ് 50. കൂന്തലോ? കൂന്തൽ 100. ഈ സ്ഥലത്തിന് എന്താ പറയല്ലേ?
അപ്പൊ സ്ഥലം വരുന്നത് കോഴിക്കോടേക്ക് പോകുമ്പോൾ ബേപ്പൂര് ഭാഗത്തേക്കുള്ള റോഡ് കാണാൻ പറ്റും. ഈ ഇടത് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയ ആലിയക്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തോട് ചാരി നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. കടക്ക് പ്രത്യേകിച്ച് പേരൊന്നും കാണാനില്ല. മാവിൻചൂട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഇവിടുന്ന് കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ ചുണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് എരിയാൻ തുടങ്ങും. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ ഫലൂദാണ് കഴിക്കാൻ പോകുക. ആ എരിവ് മാറ്റാനായിട്ട് ഒരു 70 റുപ്യന്റെ ഇളനീരിന്റെ ഫലൂദി അടിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ടെൻഡർ കോക്കനട്ട് ഫലൂദ അടിക്കുന്നത്. നല്ല രസം കിട്ടാം. ഇളനീർ മിക്സ് എത്ര രൂപ? 60 രൂപ. ചിറി കള്ളച്ചിറി കണ്ടില്ല. ഇളനീർ മിക്സ് യാദൃശികമായിട്ട് എടുത്താണ്. ഇളനീരിന്റെ കാമ്പുള്ളോട് നല്ല രസമുണ്ടെന്ന് കഴിക്കാൻ. തിരിച്ചു വരുന്ന വഴിക്ക് വേങ്ങര എത്തിയപ്പോഴാണ് നമ്മൾ മുത്തപ്പത്തി ചിട്ടിയുള്ള കാക്കാനെ ഓർമ്മ വരുന്നത്. മീൻ തിന്നതിന്റെ ശബ്ദം വരുന്ന സാധനം കാക്കാന്റെ മുഷക്കൽ മൈസൂർ ഹെവി സാധനം. ഇതാണ് മുഷക്കൽ മൈസൂർ മുഷക്കൽ. നോ മോർ ഷുഗർ ഒള്ളി താൻ. സൗദിയാണ് സൗദിയിലായിരുന്നു. നമ്മളെ കൊറോണ സമയത്ത് പേരും കച്ചവടമില്ല. നമ്മളിതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സെപ്പറേറ്റ് ടേസ്റ്റ് ഉണ്ടല്ലേ. അറേബ്യൻ ഫുഡാണ്. അടിപൊളി അറേബ്യൻ ഫുഡാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഒരു കലാശക്കൊട്ടോടെ നമ്മുടെ കേരി എന്നുള്ളൂ. വേങ്ങര ജൽസ ഓഡിറ്റോറിയത്തിനടുത്തുള്ള മുത്തബക്ക് ജിദ്ദ ഗൂഗിൾ മാപ്പിലുണ്ട്.